അനുഷ്ക, ഞങ്ങൾ ഒരു വർഷത്തോളം നിങ്ങളുടെ ഫോളോവറാണ്, നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആളാണ്, നിങ്ങളുടെ എല്ലാ വീഡിയോസും ഞാൻ കാണുന്ന ആളാണ്. ഒരു 500 രൂപ ഉണ്ടാവും ഗൂഗിൾ പേ തരാൻ, അല്ലെങ്കിൽ ഒരു 1000 രൂപ ഉണ്ടാവും ഗൂഗിൾ പേ തരാൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഷോപ്പിലേക്ക് വരുന്ന വഴിയാണ്, എൻ്റെ വാഹനത്തിൽ ഫ്യൂല് കഴിഞ്ഞു, ഒരു 500 രൂപ ഒന്ന് ഗൂഗിൾ പേ ഞാൻ നേരിട്ട് വന്നിട്ട് തരാം. ഇത്തരത്തിലുള്ള നിരന്തരമായിട്ട് കോളുകൾ നമുക്കൊരു വർഷം മുമ്പ് നമുക്ക് കിട്ടിയിരുന്നു. അതിനുശേഷം ഞാനതൊരു വീഡിയോയിൽ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത്. അതിനുശേഷം ആ ഒരു സംഭവങ്ങൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഗൂഗിൾ പേ ഇട്ടു എന്നുള്ള ചോദ്യത്തിന്. അപ്പോൾ ജെനുവിനാണോ ജെനുവിൻ അല്ലാത്തതാണോ എന്നുള്ളത് നമുക്ക് ഇത് ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ ആരും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഷോപ്പിൽ ഒന്ന് തന്നെ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. അതിനുള്ള പരിഹാരം ഞാൻ ഉണ്ടാക്കി തരും. ഒരിക്കലും ഫോണിലൂടെ നിങ്ങൾ പൈസ റിക്വസ്റ്റ് ചെയ്ത് ഫോളോവറാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് പൈസ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതൊന്ന് നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക. അത് നല്ല കാര്യമല്ല. കാർലെറ്റ് ബൈ ട്രൂ ചോയ്സിൻ്റെ മറ്റു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു 3 ദിവസം മുമ്പാണ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒട്ടനവധി വാഹനങ്ങൾ നമുക്ക് പുതിയ പ്രൈസിൽ, പുതിയ ഓഫർ പ്രൈസിൽ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ മാസം നമ്മൾ ജൂലൈ മാസത്തിൽ മാക്സിമം നമ്പർ സെയിൽ കൂട്ടാന്നുള്ള ഉദ്ദേശത്തിൽ മാക്സിമം പ്രൈസ് കുറച്ചിട്ട് മാക്സിമം പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മാസം വാഹനം സെയിൽ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പർച്ചേസ് ചെയ്തവർക്കൊക്കെ അറിയാം, ഒരുപാട് പുതിയ സ്റ്റോക്കുകളൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അടിപൊളി പോളൊക്കെ നമുക്ക് പുറകെ കിടക്കുന്നുണ്ട്. 1.6 വരുന്ന ഒരു ഹൈലൈൻ പോളോ, 2012 മോഡൽ വരുന്ന വാഹനം. 1.6 പോളോ ഞാൻ ആദ്യമായിട്ടാണ് വാഹനം കാണുന്നത്. എൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് 1.6 പോളോ ഇത്. പോളോ ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്, പക്ഷേ 1.6 പോളോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും. ഞാനിങ്ങനെ പോളോ 1.6 ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള എനിക്കൊരു പുതിയ അറിവും കൂടിയായിരുന്നു. അപ്പോൾ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നോക്കേണ്ട, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ലഭിക്കുന്ന ഒരു അടിപൊളി പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം. 2012 മോഡൽ, വെറും 50 കിലോമീറ്റർ, 50,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന ഒരു KL13 കണ്ണൂർ രജിസ്ട്രേഷനിൽ വരുന്ന നല്ലൊരു അടിപൊളി വാഹനം സ്വന്തമാക്കാൻ വെറും 3,10,000 രൂപയ്ക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി വാഹനങ്ങളാണ് നമുക്ക് പുതുതായിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് മാത്രമായിട്ട് സ്റ്റോക്ക് കയറിയ ശേഷം 21ഓളം വാഹനങ്ങൾ 2 ദിവസമായിട്ട് മാത്രം നമുക്ക് സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സാധാരണ നമ്മൾ 5-6 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഓരോ വീഡിയോസ് ചെയ്യാറ്. 3 ദിവസം കൊണ്ട് നമ്മൾ പുതിയ വീഡിയോ, കാരണം പുതിയ സ്റ്റോക്കുകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഏകദേശം ഇന്നത്തെ ഒരു വീഡിയോയിൽ 10-12 വാഹനങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണെന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പാണ്. മക്കരപ്പറമ്പിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളോട്ട് കയറിയിട്ട് വെള്ളാട്ടുപറമ്പ് എന്നുള്ളൊരു വിജനമായ കുന്നും പ്രദേശത്താണ് നമ്മുടെ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി, ഓൾ കേരള ഡെലിവറി സൗകര്യങ്ങൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ അടുത്ത വാഹനം ഒരു SUV സെഗ്മെൻറ്റ് വാഹനമാണ്. നിസാൻ്റെ വാഹനം, നിസാൻ ടെറാനോ 2016 മോഡൽ വരുന്ന വാഹനം. XL പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. സാധാരണ ഇതിൽ പെട്രോൾ വാഹനങ്ങൾ കുറഞ്ഞ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. അധികം ഓടാനില്ലാത്തവർ, അധികം റണ്ണിങ് കുറവുള്ളവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ പെട്രോൾ വാഹനം. കാരണം എന്ന് വെച്ചാൽ ഡീസൽ എഞ്ചിനാകുമ്പോൾ കുറച്ച് മെയിൻ്റനൻസ് കൂടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോക്സ്വാഗൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നോസിൽ പമ്പ് കാര്യങ്ങളെല്ലാം നോക്കണം. നിസാൻ്റെ വാഹനം ഏകദേശം 80-85 നമ്മൾ പിന്നെ ടൈമിംഗ് ചെയിൻ കാര്യങ്ങളെല്ലാം മാറണം, കറക്റ്റായിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ വിധ ടെൻഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നോർമൽ അത്യാവശ്യം പെർഫോമൻസ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് യാത്രാ കംഫർട്ട് മതി. റണ്ണിങ് കുറവുള്ളവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനം. അധികം റണ്ണിങ് ഉള്ളവർ ഒരിക്കലും പെട്രോൾ വാഹനം ചൂസ് ചെയ്യരുത്. അത് ഓടി മുതലാക്കാൻ കഴിയും. ഡീസൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഉണ്ടാവും, പക്ഷേ അത് റൺ ചെയ്ത് നമുക്ക് മുതലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആവറേജ് ഒരു പെർ ഡേ ഒരു 100 കിലോമീറ്ററെങ്കിലൊക്കെ ഒരു ആവറേജ് റൺ ചെയ്യുന്നതിനുണ്ട്. മിനിമം 100 കിലോമീറ്റർ ഒരു ദിവസമെങ്കിലും ഓടാൻ ആവറേജ് ഉള്ളവർക്ക് മാത്രം ഡീസൽ എഞ്ചിനിലേക്ക് പോവാം. അല്ലാത്തൊരു അതിന് താഴെയുള്ള ഒരു ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു ഫാമിലി കറക്കത്തിനോ അല്ലെങ്കിൽ ട്രിപ്പ് പോകാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്രോളാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്കെന്താ വെച്ചാൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഡീസലിൻ്റെ മെയിൻ്റനൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പെട്രോൾ അടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ലാഭം. കാരണം മൈലേജ് കുറവായിരിക്കും പെട്രോൾ, പക്ഷേ പെട്രോളിൻ്റെ കോസ്റ്റും നിങ്ങൾ ആ ഡീസലിൻ്റെ മെയിൻ്റനൻസും കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാലും പെട്രോൾ അടിച്ച് പോവുമായിരിക്കും ഏറ്റവും ലാഭകരം എന്നുള്ളത് ജസ്റ്റ് പിന്നെ എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇനിയിപ്പോൾ അങ്ങനെ അഭിപ്രായമുള്ളവർ ജസ്റ്റ് ഒന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വാഹനം 2016 മോഡൽ വരുന്ന XL പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത നല്ലൊരു കിടിലൻ ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ഈ ഒരു വാഹനത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. പോലീസ് കണ്ട ഫൈൻ വരുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. പക്ഷേ സാധനം കാണാൻ വേറെ ലെവലാണ്, വേറെ ലുക്കാണ്, ഒരു രക്ഷയില്ല. 2016-17 എങ്ങാണ്ട് ഈ വാഹനം 2016 ലോഞ്ച് ചെയ്ത ശേഷം ഈ അടുത്താണ് ഈ അലോയ് ഇതിനകത്ത് വാഹനത്തിനകത്ത് ചെയ്തിട്ടുള്ളത്. അതിന് അനുസൃതമായിട്ടുള്ള ടയറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു വീതി കൂടിയ ടയേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് വേണമെന്നുണ്ടെങ്കിൽ ആ ടയറിന് അടുത്ത പിന്നെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ അല്പം 1 ഇഞ്ച് പുറത്തേക്ക് നിൽക്കുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു വീൽ തന്നെയാണ്, ആ ടയർ ഒരു രക്ഷയില്ലാത്ത ലുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് കിട്ടുന്നുണ്ട്. നമ്മൾ ആ ഒരു എസ്പെഷ്യലി ഒരു ലോങ് ഡ്രൈവൊക്കെ ലോങ് ഷോട്ടൊക്കെ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളി ലുക്കാണ് ഈ ഒരു പിന്നെ അലോയ് കൊണ്ട് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് കിട്ടുന്നത്. ഒരു മറ്റുള്ള വാഹനത്തിൽ നിന്നൊരു യുണീക്കായിട്ട് ഈ ഒരു വാഹനം മാറി നിൽക്കുന്നതും ആ അലോയ് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റൊക്കെ ഏറ്റവും ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്.
ഏറ്റവും എടുത്ത് പറയുന്നത് വെച്ചാൽ ഈ രീതിയിലുള്ള സീറ്റ് ഓർ പിന്നെ തൈ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു കവറിങ് ഈ വാഹനത്തിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഒരു ഫീൽ ആ ലെഗിലേക്കുള്ള ഒരു ഫീൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എക്സൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട ബേസിക് ഫീച്ചേഴ്സ് അതിനകത്ത് കമ്പനി കൊടുക്കുന്നുള്ളൂ. 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് എയർ ബാഗ്, ABS, പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ ഡിസ്പ്ലേ അതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ ഉണ്ടാവും, അത് മാറ്റിയതിന് ശേഷം അഡീഷണൽ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു റിവേഴ്സ് സെൻസർ, പാർക്കിംഗ് സെൻസർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റു പ്രത്യേകത. മെയിൻലി യാത്രാ കംഫർട്ട്, ഇതിൻ്റെ സസ്പെൻഷനാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്ക് ചെറിയൊരു ഗട്ടറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ആ ഒരു ഫോർച്യൂണറൊക്കെ റൺ ചെയ്യുന്ന അതേ ലെവലിൽ, അത്രക്കത്തില്ലെങ്കിലും ഏകദേശം ആ ഒരു ലെവലിൽ നമുക്ക് എടുത്തിട്ട് പോകാൻ സാധിക്കും. നമുക്ക് ഉള്ളിലേക്കൊരു ഷെയ്ക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. ഒരു ചെറിയതായിട്ട് ഇടജിറങ്ങി കഴിഞ്ഞാലൊന്നും ടെറാനോ അല്ലെങ്കിൽ ഡസ്റ്റർ വാഹനങ്ങൾക്കൊന്നും നമുക്ക് ഉള്ളിലേക്കൊരു ഇമ്പാക്റ്റോ ഒരു ഷെയ്ക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല എന്നാണ് ഇത്തരം വാഹനങ്ങളുടെ പ്രത്യേകത. അപ്പോൾ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങളൊന്നും പറയാനില്ലാത്ത രീതിയിൽ ഇതിൻ്റെ മെയിൻറ്റെയിനിങ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ടയർ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഓൾമോസ്റ്റ് ഒരു 65% ടയറുണ്ട്. ബാക്കിലും നിയർ ബൈ 50-55% ബാക്കിലും ടയർ കുറവുണ്ട്. കാരണം ഫ്രണ്ടിനെ അപേക്ഷിച്ച് ഒരു 10% കുറവ് ബാക്കിലുണ്ടെന്ന് പറയാം. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. 4 സിലിണ്ടറിലായിരുന്നു എഞ്ചിൻ അതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഡാമേജ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്രോണോ കാര്യങ്ങൾക്കൊന്നും പേസ്റ്റിംഗ് ഡാമേജ് കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. 2 സൈഡും പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ് നിൽക്കുന്നത്. പഞ്ചിങ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വേറെ ബോണറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം OG പേസ്റ്റിങ്ങിനാണ് കിടക്കുന്നത്. കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. കിലോമീറ്റർ കാര്യങ്ങളെല്ലാം ഒരു ആവറേജ് റണ്ണിങ് മാത്രം ചെയ്തിട്ടുള്ള നല്ലൊരു വൃത്തിയിൽ നിൽക്കുന്നൊരു വാഹനമാണിത്. ഹമ്മറോണ്ട ബാറ്ററിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 2023 റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററിയാണ്. ഒരു 2 വർഷം കൂടി ബാറ്ററി വാറണ്ടിയിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. ഗ്ലാസ് കാര്യങ്ങൾ നിസാൻ റിനോൾട്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു RFID ടാഗ് ഈ സെൻറ്റർ പോർഷനിൽ പിന്നെ ഈ സ്റ്റിക്കർ ഇല്ലേ എന്നുള്ളത് നോക്കിയാൽ മതി. ഈ സ്റ്റിക്കർ എല്ലാ വാഹനങ്ങൾക്കും നിസാൻ റിനോൾട്ട് തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകൾക്കൊക്കെ ഈ സെൻറ്ററിൽ ഒരു RFID സ്റ്റിക്കർ എന്നൊരു വൈറ്റ് സ്റ്റിക്കർ വരുന്നുണ്ട്. അപ്പോൾ ഒറിജിനൽ ഗ്ലാസ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ഒരു 95% വരെ ഈ സ്റ്റിക്കറിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗ്ലാസ് റീപ്ലേസ് ഉണ്ടോ അല്ലേ എന്നുള്ളത്. ഈ സ്റ്റിക്കർ ഇല്ലാന്നുണ്ടെങ്കിൽ നിസാൻ അല്ലെങ്കിൽ റിനോൾട്ട് വാഹനങ്ങൾക്ക് ഈ സ്റ്റിക്കർ ഇല്ലാന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് അത് റീപ്ലേസ്ഡ് ഗ്ലാസ് ആണെന്നുള്ളത്. അത് 95%, ബാക്കി 5% ചിലപ്പോൾ ആരെങ്കിലൊക്കെ ആവശ്യമില്ലാതെ ഒഴിവാക്കാം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടൊക്കെ അത് ഇല്ലാതിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മെജോറിറ്റി കേസിലും ആ സ്റ്റിക്കർ വാഹനത്തിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഈ വാഹനം 2016 മോഡൽ വരുന്ന വാഹനമാണ്. എക്സൽ പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 85,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനം സ്വന്തമാക്കാം 4,55,000 രൂപയ്ക്ക്. 4,55 ഇതിന് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. 4,70 സംതിങ് ഒക്കെ നിങ്ങൾക്ക് കാറ്റലോഗിലല്ലെന്നുണ്ടെങ്കിൽ പ്രൈസ് പുറത്ത് FB അതേപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റിലേക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ പ്രേക്ഷകർക്ക് 4,55 സ്വന്തമാക്കാം. ഏകദേശം ഒരു 4 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി ഏകദേശം ഒരു 9 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. പലരും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കമൻറ്റുകൾ ഉണ്ടായിരുന്നു, അനീസ്ക വീഡിയോയിൽ ഒരു പ്രൈസും പിന്നെ കാറ്റലോഗ് നോക്കുമ്പോൾ വേറെ പ്രൈസാണെന്നുള്ളത്. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, പുതുതായിട്ട് നമ്മുടെ വീഡിയോ കണ്ട് തുടങ്ങുന്നവർക്കാണ് ആ ഡൗട്ട് വരുന്നത്. സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ആ പ്രശ്നം വരില്ല. നമ്മുടെ വീഡിയോക്കകത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് നമ്മൾ സ്പെഷ്യൽ റേറ്റ് കൊടുക്കുന്നത്. ബാക്കി നോർമൽ എല്ലാ വാഹനങ്ങൾക്കും ഇപ്പോൾ വാഹനങ്ങളുടെയൊക്കെ മുകളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഉണ്ടാവും. അതെല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട. കാരണം വീഡിയോയിൽ കണ്ടൊരു പ്രൈസ് ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഇവിടെ അതിനേക്കാൾ കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും. വീഡിയോയിൽ നമ്മൾ നെറ്റ് പ്രൈസ് അത് ഫൈനൽ പ്രൈസ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണാൻ തുടങ്ങിയവർക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഷെയർ ചെയ്താണ്. ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. വീഡിയോ പറഞ്ഞ പ്രൈസ് ആയിരിക്കും അതിൻ്റെ ഫൈനൽ പ്രൈസ്. നമ്മുടെ അടുത്ത വാഹനം ഒരു സെഡാൻ വാഹനമാണ്. ഫോക്സ്വാഗൻ്റെ സെഡാൻ വാഹനം ഫോക്സ്വാഗൻ അമിയോ 2016 മോഡൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL11 കോഴിക്കോട് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. പെട്രോൾ എഞ്ചിൻ വാഹനമാണ്. സാധാരണ ഫോക്സ്വാഗൻ്റെ വാഹനങ്ങൾ ഞാൻ പെട്രോൾ മാത്രമേ സെയിൽ ചെയ്യാറുള്ളൂ, ഡീസൽ സെയിൽ ചെയ്യാറില്ല. ജീവിതത്തിൽ 3 ഫോക്സ്വാഗൻ്റെ ഡീസൽ വാഹനങ്ങളാണ് സെയിൽ ചെയ്തിട്ടുള്ളത്. 3 കൊണ്ടുപോയ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കാരണം പല കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിച്ചതിന് ശേഷം കംപ്ലയിൻറ്റ്സ് ഒരുപാട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിന് വേണ്ടിയിട്ടും കച്ചവടത്തിന് വേണ്ടിയിട്ടും പെട്രോൾ വാഹനങ്ങൾ മാത്രമാണ് നമ്മൾ വോക്സ്വാഗണിൽ സെയിൽ ചെയ്യാറ്. കാരണം വെച്ചാൽ ഡീസൽ വാഹനം സാധാരണ ഗതിയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വോക്സ്വാഗണിൻ്റെ ഡീസൽ വാഹനങ്ങളൊക്കെ മൈലേജൊക്കെ നോക്കിയിട്ട് പല ആൾക്കാരും റേറ്റ് കുറഞ്ഞ് കിട്ടുന്നത് കണ്ടിട്ട് 2011, 12, 13 മോഡൽ വാഹനങ്ങൾ ചെറിയ ചീപ്പ് വിലക്ക് 1.80, 2 രൂപക്കൊക്കെ ഒരു അൾട്ടോൻ്റെ പ്രൈസിന് വാഹനം കിട്ടാറുണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊന്നും ചാടി കയറിയിട്ട് എടുക്കാതിരിക്കുക. കാരണം വെച്ചാൽ ഒരു അൾട്ടോ എടുക്കാൻ നിൽക്കുന്നവൻ ചിന്തിക്കും, 2 ലക്ഷം രൂപയ്ക്ക് പോളോ കിട്ടുകയാണ് ഡീസൽ പോളോ, എന്നാൽ പിന്നെ അതെടുക്കാമെന്ന് വിചാരിക്കും. പക്ഷേ
മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഡീസൽ എഞ്ചിൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ല പാടാണ്. അപ്പോൾ അത് ആരെങ്കിലും അത്തരത്തിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റീതിങ്ക് ചെയ്തതിനു ശേഷം മാത്രം ഡീസൽ പോളോ അല്ലെങ്കിൽ വോക്സ് വാഗൺ മറ്റു വാഹനങ്ങൾ ഡീസലിൽ വരുന്ന എഞ്ചിനിൽ വരുന്ന മറ്റു വാഹനങ്ങൾ പ്രിഫർ ചെയ്യാം. എസ്പെഷ്യലി അതിൻ്റെ നോസിൽ ഇഞ്ചക്ടറാണ് അതിന് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത്. ഇഞ്ചക്ടർ പമ്പിനാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത്. അത് തീരാത്ത പ്രശ്നങ്ങൾ. പിന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് യൂസർ ഒരുപാട് അവൈലബിൾ ഉണ്ടായത് നോസിലുകൾ വോക്സ് വാഗണിൻ്റെ വാഹനങ്ങൾ സെക്കൻഡ് ഹാൻഡ് നോസിലുകളൊക്കെ അവൈലബിൾ ഉണ്ട്. 10 രൂപ 12 രൂപ ഒക്കെ റേഞ്ചിൽ കോസ്റ്റ് വരുന്നത്. പക്ഷേ അതിനകത്തൊന്നും വാറണ്ടി ഒന്നും ഉണ്ടാവില്ല. നോർമലി നമുക്ക് പുതിയ സ്ഥാനം ഇടണമെങ്കിൽ ഏകദേശം 25-30 രൂപയ്ക്കാണ് കോസ്റ്റ് വരുന്നത് ഡീസൽ വാഹനത്തിന്. അപ്പോൾ അത് നല്ലൊരു കോസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. അത് പലർക്കും അത് ബയർ ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ ഒരു കൂട്ടി വെച്ച് 2 ലക്ഷം രൂപയ്ക്കായിരിക്കും ഈ ഒരു ഡീസൽ എഞ്ചിൻ പോളോ എടുക്കുന്നത് അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ എടുക്കുന്നത്. അതിൽ നിന്ന് പിന്നെ വീണ്ടും നമുക്ക് എക്സ്പെൻസ് വരുമ്പോൾ ചിലപ്പോൾ അത് എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊണ്ടെന്നുണ്ടാവില്ല. അപ്പോൾ അത്തരക്കാർ ഏതെങ്കിലും പേര് ഡീസൽ എഞ്ചിൻ വോക്സ് വാഗൺ വാഹനങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീറ്റിപ്പോറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം ആ വാഹനത്തിലേക്ക് പോവുക. അല്ലാത്തവർ പെട്രോൾ സജസ്റ്റ് ചെയ്യുക. പെട്രോൾ ആകുമ്പോൾ ആവിധ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും നോക്കണ്ട, നോസിൽ നോക്കണ്ട, ടർബോ നോക്കണ്ട. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള കോമ്പണൻസ് ഡീസൽ പമ്പ് കാര്യങ്ങൾക്കൊന്നും പ്രശ്നങ്ങൾ വരുന്നില്ല. ഒന്നും ഇതിനകത്ത് വരാത്തതുകൊണ്ട് ആവിധ ടെൻഷൻ ആവശ്യമില്ല. അപ്പോൾ ഈ വാഹനം 2016 മോഡലിൽ അമിയോ ഹൈലൈൻ സെക്കൻഡ് ഓണർഷിപ്പിൽ 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹൈലൈൻ എന്നുള്ള വേരിയൻ്റ് വാഹനമാണ്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് നിൽക്കുന്നൊരു വാഹനം തന്നെ. ഹൈലൈൻ ആയതുകൊണ്ട് തന്നെ അലോയ് വീൽസ്, 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്, സെൻട്രൽ ലോക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് 4 ടയേഴ്സ്, ഒരു ആവറേജ് ടയേഴ്സും കിടക്കുന്നുണ്ട്. എക്സ്റ്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ബോഡി ക്വാളിറ്റി നല്ല ബോഡി വൃത്തിയിൽ തന്നെയാണ് വാഹനം നിൽക്കുന്നത്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു സീറ്റ് കവർ ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. കമ്പനി കവറിൻ്റെ പുറമെ ഒരു സീറ്റ് കവർ ഇതിനകത്ത് അഡീഷണലി വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓട്ടോ ക്ലൈമറ്റ് AC തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS-ഉം വരുന്നുണ്ട്. നല്ല അടിപൊളി ഡിസൈനാണ് ഈ ഒരു ഡാഷ്ബോർഡ്. അതേപോലെ തന്നെ ഡോർ പാഡിൻ്റെ കാര്യത്തെയും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്നൊരു ഡിസൈൻ തന്നെയാണ് പോളോ ഈ ഒരു വാഹനത്തിനകത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2009 പോളോ നിരത്തുകൾ വോക്സ് വാഗൺ പോളോ എന്നുള്ള വാഹനം നിരത്തുകൾ ഇറക്കിയിട്ടുള്ളത്. 14 എനിക്ക് തോന്നുന്നു അമിയോ എന്നുള്ള വാഹനം ഇറങ്ങിയിട്ടുള്ളത്. 14-15 കാലഘട്ടങ്ങളാണ് അമിയോ എന്നുള്ള വാഹനം വോക്സ് വാഗൺ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. എഞ്ചിൻ ഭാഗം കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറം ഭാഗം നോക്കുകയാണെങ്കിൽ പേസ്റ്റിംഗ് ഒക്കെ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിലെ പഞ്ചിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് റൗണ്ട് പഞ്ചിങ് വരുന്നുണ്ട്. ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഡാമേജ് കാര്യങ്ങൾ ഒന്നും വരാത്ത രീതിയിൽ തന്നെയാണിത്. ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. ഈ സൈഡ് നോക്കുകയാണെങ്കിലും പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. സ്റ്റോക്ക് കണ്ടീഷനാണ് നിൽക്കുന്നത്. 1.2 ലിറ്റർ വരുന്ന പോളോ 1.2 അമിയോ ആണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് പോളോ എന്ന് വരുന്നുണ്ട്. കാരണം പോളോൻ്റെ സഡാനാണ് അമിയോ, അതുകൊണ്ടാണ് പോളോ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. 1.2 ലിറ്ററിൽ വരുന്ന എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത്, പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനം 4,20,000 രൂപയ്ക്ക് നമുക്ക് നെറ്റ് പ്രൈസോട് കൂടി സ്വന്തമാക്കാം. ഏകദേശം ഒരു 3,60-3,70 റേഞ്ചിൽ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. അതും 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി ഏകദേശം 8 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഫോർഡിൻ്റെ ഏറ്റവും ജനപ്രീതി നേടിയ വാഹനമാണ് ഫോർഡ് എക്കോസ്പോർട്ട്. 2015 മോഡൽ വരുന്ന വാഹനമാണ്. പെട്രോൾ എഞ്ചിൽ സിംഗിൾ ഓൺഷിപ്പിൽ 1 lakh കിലോമീറ്റർ ഓടിയിട്ടുള്ള KL11 രജിസ്ട്രേഷനിൽ ഒരു വാഹനം. KL11 വാഹനങ്ങളാണെന്ന് കൂടുതലൊന്നും. ടൈറ്റാനിയം എന്നുള്ള വേരിയൻ്റാണ് ഏറ്റവും ഫുൾ ലോഡ് വാഹനം. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് കൊടുത്തിട്ടുള്ള വേരിയൻ്റാണ് ടൈറ്റാനിയം എന്നുള്ള വേരിയൻറ്റ്. പെട്രോൾ ആയതുകൊണ്ട് താരതമ്യേന ഡീസലിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ്റനൻസ് എന്നുള്ള സംഭവം കുറവായിരിക്കും. മൈലേജും കുറച്ച് കുറവായിരിക്കും. ഡീസലാണെങ്കിൽ അത്യാവശ്യം മൈലേജ് കിട്ടിയിരുന്നു. പക്ഷേ പെട്രോൾ ആകുമ്പോൾ മൈലേജ് കുറച്ച് കുറവും, പക്ഷേ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാര്യപ്പെട്ട പണികളോ കാര്യങ്ങളൊന്നും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ 2015 എക്കോസ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഡ്രൈവിംഗ് കംഫർട്ടാണ്. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അറിയുന്നവർക്ക് എക്കോസ്പോർട്ട് യൂസ് ചെയ്യുന്നവർക്ക് സ്ഥിരമായി നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടാവും. ജസ്റ്റ് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കാരണം മറ്റുള്ള വാഹനങ്ങളായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾ, ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള വാഹനങ്ങളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടുന്ന ഒരു വാഹനമാണ് എക്കോസ്പോർട്ട് എന്നുള്ള വാഹനം. ടൈറ്റാനിയം ആയതുകൊണ്ട് തന്നെ അലോയ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ, ഡിഫോഗർ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, ഓട്ടോ ക്ലൈമറ്റ്, AC തുടങ്ങിയിട്ടുള്ള A to Z ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം അഡീഷണൽ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡ് കൊണ്ടൊന്നും കാണുന്നില്ല. പിന്നെ ഒരു സ്പെയർ ടയറിൻ്റെ ഒരു കവർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ കാര്യപ്പെട്ട ഡാമേജുകൾ കാര്യങ്ങളൊന്നും നെഗറ്റീവ്സ് ആയിട്ട് ഒന്നും തന്നെ പറയാനില്ലാത്ത ഒരു വാഹനം തന്നെയാണിത്. ആ സെയിം ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിലും സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെറിയ രീതിയിലെങ്കിലും അത് ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ടെന്നൊരു പോരായ്മയുണ്ട്. പിന്നെ ഡാഷ്ബോർഡൊക്കെ നല്ല വിശാലമായിട്ടുള്ള ഡാഷ്ബോർഡാണ് ഈ ഒരു എക്കോസ്പോർട്ടിനകത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ വാഹനം ആ നോർമൽ സ്പേസ് തന്നെ ലെങ്ത്ത് തന്നെ വരുന്നുള്ളൂ. നോർമൽ ഒരു വാഹനത്തിന് വേണ്ട ലെങ്ത്ത് മാത്രം ഈ ഒരു വാഹനത്തിന് ഒരു ഒതുങ്ങിയൊരു വാഹനം എന്ന് പറയാൻ പറ്റും. നമുക്ക് ആ ഈസി ആയിട്ട് ആ ഒരു
ഈ ഒരു പിന്നെ ഡാഷ്ബോർഡിൻ്റെ ആ ഒരു ലെവൽ നമ്മൾ ആ ബോണറ്റിൻ്റെ അറ്റം വരെ നമുക്ക് കാണുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്നെ പോലത്തെ ഒരു ഹൈറ്റുള്ള ഒരാൾക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ആ ഒരു കറക്റ്റ് വ്യൂ, ഫ്രണ്ട് വ്യൂ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഇതിനകത്ത് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യത്തിനധികം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടൈറ്റാനിയം ചെറിയൊരു ഡിസ്പ്ലേ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അഡീഷണലി കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. മൈലേജ് ഭാഗം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പെട്രോൾ ഒരു 14-15 റേഞ്ചിലാണ് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്നത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 70% 4 ടയേഴ്സും കിടക്കുന്നുണ്ട്. ഫ്രണ്ട് 70-ന് മുകളിലുണ്ട്, 80-90% ടയേഴ്സും കിടക്കുന്നുണ്ട്. ഒരു അഡ്വക്കേറ്റ് യൂസ് ചെയ്തിരുന്ന വാഹനമായിരുന്നു കോഴിക്കോട്. എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റിൻ്റെ ലോഗോ ഒക്കെ ഗ്ലാസ്സിനകത്ത് വന്നിട്ടുണ്ട്. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളില്ല, ഓയിൽ ലീക്ക് ഇല്ല. 2 സൈഡും പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല, യാതൊരു തരത്തിലുള്ള ഡാമേജ് കാര്യങ്ങൾ ഒന്നും വന്നിട്ടില്ല. ഈ ഒരു ബോണറ്റിൻ്റെ ഇന്നർ പേസ്റ്റിംഗ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കളറിങ് കൊണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു 2015-ൻ്റെ ഒരു 6-9 വർഷത്തെ പഴക്കം നമുക്ക് ഈ ഒരു കളറിങ്ങിൽ കിട്ടുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല പുതിയതായിട്ട് വെട്ടി തിളങ്ങുന്നതാണെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടു അത് എന്തെങ്കിലുമൊക്കെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം ഫെയ്ഡിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 9 വർഷത്തെ ഫെയ്ഡിങ് നമുക്ക് എന്തായാലും കിട്ടണം. ഹെഡ്ലൈറ്റൊക്കെ കണ്ടിട്ട് ഇതൊക്കെ പുതിയ പോലെ വെട്ടിത്തിളങ്ങി നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളത് പിന്നെ തെറ്റിദ്ധരിച്ച് കഴിഞ്ഞാൽ അതെന്തായാലും അതിനകത്ത് ഡാമേജ് വന്നതിന് ശേഷമായിരിക്കും അത് റീപ്ലേസ് ചെയ്തായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന പിന്നെ രീതിയിലേക്ക് പഴയ വാഹനങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 10 വർഷം അല്ലെങ്കിൽ 9 വർഷമൊക്കെ ആയ വാഹനങ്ങൾ ഹെഡ്ലൈറ്റൊക്കെ നല്ല ഫിനിഷിങ്ങിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം അത് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചതിന് ശേഷം അത് റീപ്ലേസ് ചെയ്താണ്. അല്ലാതെ ഒരിക്കലും ആ ഒരു പഴയ 2015 അല്ലെങ്കിൽ 2016 വാങ്ങിയ അതേ ക്വാളിറ്റി 2024 ഒരിക്കലും കിട്ടില്ല. എങ്ങനെയാലും നമ്മൾ എത്ര യൂസ് ചെയ്യാത്തൊരു വാഹനമാണെങ്കിൽ പോലും ചെറിയ രീതിയിലെങ്കിലും ഫെയ്ഡിങ് അല്ലെങ്കിൽ സ്ക്രാച്ചസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാം 4,60,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി. ഒരു 4 ലക്ഷം വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 4,25 വരെ കിട്ടും. 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി ഏകദേശം EMI ഒരു 9 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഹ്യൂണ്ടൈൻ്റെ ഒരു സെഡാൻ വാഹനമാണ്. ഹ്യൂണ്ടൈ വേണ 2014 മോഡൽ SX ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 98,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള TL43 മട്ടാഞ്ചേരി, എറണാകുളം മട്ടാഞ്ചേരി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. സൺറൂഫാണ് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ഒരു സ്റ്റിക്കറൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ലൊരു ഭംഗിയായിട്ടാണ് ആ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. SX ആയതുകൊണ്ട് തന്നെ SX ഓപ്ഷണൽ നല്ല വേരിയൻ്റ് കൂടി അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ SXൽ തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി കൊടുക്കുന്നുണ്ട്. 1.6 എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. പെർഫോമൻസിന് യാതൊരു കുറവും വരത്തില്ല. ഡീസൽ എഞ്ചിനാണ്, അതിനനുസരിച്ച് കുറച്ച് മൈലേജ് കുറവുണ്ടാവും. പക്ഷേ അടിപൊളി കാല് വെച്ച് കഴിഞ്ഞാൽ വാഹനം 1.6 ആയതുകൊണ്ട് പറക്കും. അതാണ് വേണയുടെ ഈ 1.6ൻ്റെ. അതേപോലെ തന്നെ വോക്സ് വാഗൻ്റെ വെൻഡോ ഒക്കെ 1.6ൻ്റെ ഒക്കെ പ്രത്യേകത. വെൻഡോ ടിക്കറ്റ് കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻഡോ വേറെ ലെവലാണ്. ഇത് 1.6ൻ്റെ ഒന്നുകൂടി നമ്മുടെ ഈ i20 കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി പവർ കുറച്ചും കൂടി പിന്നെ കൂടുതലായിരിക്കും എന്നുള്ള ഈ വേണ 1.6ൻ്റെ പ്രത്യേകത. SX ആയതുകൊണ്ട് തന്നെ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അലോയ് വീൽസ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, പിന്നെ ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യത്തിലധികം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്റ്റീരിയർ ഭാഗങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എവിടെയും ഡാമേജ് കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങൾ നെഗറ്റീവ്സ് ആയിട്ടൊന്നും തന്നെ പറയാനില്ല. കുറച്ച് ചെറിയ റീപെയിൻറ്റ് വർക്ക് ഉണ്ട്, ബമ്പർ അതേപോലെ തന്നെ ക്വാർട്ടർ പാനൽ, അങ്ങനെ ചെറിയ ഭാഗങ്ങൾ ചെറിയ രീതിയിൽ റീപെയിൻറ്റ് വർക്ക് ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത ഒരു വാഹനം തന്നെയാണിത്. സെയിം നമ്മൾ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി സീറ്റ് കവറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സീറ്റ് കവർ ഒന്ന് ഫോമൊക്കെ ചെയ്തതിനു ശേഷം ഒന്നും കൂടി നമുക്കൊരു ഹൈറ്റ് ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു കുഷ്യൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും കൂടി നമുക്ക് ആ കറക്റ്റായിട്ട് ആ ഫീലായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റാരിംഗ് കൺട്രോൾസ് ഞാൻ ഓൾറെഡി പറഞ്ഞ സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ്, പിന്നെ എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ABS വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഇതിനകത്ത് മിററിനകത്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിനകത്ത് സഡാൻ വാഹനം കുറച്ച് ലെങ്ത്തുള്ള വാഹനം ആയതുകൊണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അതേപോലെ തന്നെ ക്യാമറ ഒക്കെ മാൻഡേറ്ററി ആണ്. കാരണം സഡാൻ വാഹനങ്ങളിൽ നമ്മുടെ ഡിക്കിയുടെ ഭാഗം കറക്റ്റ് നമുക്ക് ആ ഒരു വ്യൂ കിട്ടണമെന്നില്ല. അപ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും യൂസ്ഫുള്ളാണ് ക്യാമറയിൽ നോക്കിയിട്ട് ചെയ്യുക എന്നുള്ളത്. അതേപോലെ സെൻസറൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും യൂസ്ഫുള്ളാണ് നമ്മളെ ബാക്ക് ബമ്പറിനെ ഡിക്കിനൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറണ്ടൊക്കെ ഭാഗം കണ്ടെങ്കിൽ അറിയാം അവർക്ക് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വരണം, എന്നാലേ നമുക്ക് ആ ഒരു 10 വർഷത്തെ പഴക്കം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിലും ആ ഒരു പഴക്കം കിട്ടുന്നുണ്ട്. ഡാമേജ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പേസ്റ്റിങ്ങോ പഞ്ചിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഹെഡ്ലൈറ്റിൻ്റെ ഒക്കെ കളർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു 10 വർഷത്തെ പഴക്കം നമുക്ക് 2 ഹെഡ്ലൈറ്റിലും കിട്ടുന്നുണ്ട്. ബോണറ്റിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ആ പഴക്കം വരുന്നുണ്ട്. പിന്നെ ഹ്യൂണ്ടൈൻ്റെ ഗ്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ഇമ്പാക്റ്റ് കാര്യങ്ങൾ എന്തായാലും ചെറിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് പോലും ഫ്രണ്ടിൽ നിന്നൊന്നും വന്നിട്ടില്ല എന്നുള്ള ഈ 2 ഹെഡ്ലൈറ്റ് ഒറ്റയടിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം.
അപ്പോൾ അത് നമ്മുടെ വീഡിയോയിൽ ഇനിയിപ്പോൾ പുറത്ത് ഏതെങ്കിലുമൊക്കെ വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടോ എന്നുള്ള ആ വീഡിയോ വാഹനത്തിനെ പറ്റി ഡീറ്റെയിൽസ് പറയാതെ തന്നെ ആ ഒരു ഫ്രണ്ടിലെ വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കണം. അപ്പോൾ ഈ വാഹനം 14 മോഡൽ CRDI SX വേരിയൻ്റ് വരുന്ന വാഹനമാണ്. ഡീസൽ എഞ്ചിനിൽ വരുന്ന 98,000 കിലോമീറ്റർ ഓടിയുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം സ്വന്തമാക്കാം. 4,70,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. 4,70 നമുക്കൊരു 4,10 വരെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. 5 വർഷത്തെ 2014 ആയതുകൊണ്ട് 4 വർഷത്തെ മാസക്കാലയളവോടുകൂടി ഏകദേശം ഒരു 10 to 11 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഫോർഡിൻ്റെ മറ്റൊരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനമാണ് ഫോർഡ് ഫിഗോ. 2017 മോഡലിൽ നിന്ന് ട്രെൻഡ് എന്നുള്ള വേണ്ടിയിരുന്ന വാഹനം. പെട്രോൾ എഞ്ചിൽ 77,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. നല്ലൊരു കിടിലം ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഒക്കെ ഈ ഒരു വാഹനത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. ട്രെൻഡ് എന്നുള്ള വേരിയൻ്റാണ്. ഇപ്പോഴും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റാണ്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കിടിലം ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് തന്നെ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിനകത്ത് പ്രത്യേകിച്ച് ഡാമേജോ കാര്യങ്ങളോ ഒന്നും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ റീപെയിൻറ്റ് വർക്കുകൾ ഉണ്ടെന്ന് മാത്രമേ ഒരു ചെറിയ പോരായ്മകളെങ്കിലും ഉള്ളൂ. അല്ലാത്ത രീതിയിലുള്ള ഡാമേജ് കാര്യങ്ങളൊന്നും എക്സ്റ്റേണൽ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു സീറ്റ് വർക്ക് ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി കൊടുക്കുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ്, ABS ഇതിനകത്ത് വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ട് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. ഫോർഡിൻ്റെ എക്കോസ്പോർട്ടിൻ്റെ അതേ ലെവലിൽ കംഫർട്ട് ലഭിക്കുന്ന ഒരു വാഹനമാണ് ഫോർഡ് ഫിഗോ എന്നുള്ള വാഹനം. ആസ്പയർ ആയാലും ഫിഗോ ആയാലൊക്കെ നമ്മൾ ആ ഒരു ഡ്രൈവിംഗ് നല്ലൊരു കോക്പിറ്റ് സീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു നല്ലൊരു കംഫർട്ട് ലഭിക്കുന്ന വാഹനം കൂടിയാണിത്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരു 15 കിലോമീറ്റർ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. അപ്പുറമൊക്കെ പേസ്റ്റിങ് സാധാ ഒറിജിനൽ അതേ പേസ്റ്റിങ് തന്നെ വരുന്നത്. 4 സിലിണ്ടർ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഈ ഒരു സൈഡ് പേസ്റ്റിങ് നോക്കുകയാണെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റിൻ്റെ ഒക്കെ ഇന്നർ ഭാഗം നോക്കുകയാണെങ്കിലും ഡാമേജ് ഒന്നും വരാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന KL 33 ചങ്ങനാശ്ശേരി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു പെട്രോൾ ഫിഗോ വാഹനമാണ്. 2017 മോഡൽ വരുന്ന വാഹനം കൂടിയാണിത്. ഈ വാഹനം സ്വന്തമാക്കാം 3,65,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. 3,65 നമുക്കൊരു 3,10, 3,20 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. ഒരു ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വാഹനം തന്നെയാണിത്. 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ മാസത്തെ EMI വരുന്നത്. 5 വർഷത്തേക്ക് ഏകദേശം ഒരു 8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. അത്യാവശ്യം റണ്ണിങ് ഉണ്ട്. മൈലേജ് ആണ് നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഐറ്റൺ ഡീസൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 22 കിലോമീറ്റർ ഷുവർ നിങ്ങൾക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. 2013 മോഡൽ വരുന്ന ആസ്റ്റ എന്നുള്ള വേരിയൻ്റ് വരുന്ന വാഹനമാണ്. അത് സെക്കൻഡ് ഓണർഷിപ്പിൽ 1 lakh കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 18 കോഴിക്കോട് വടകര രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. ഹ്യൂണ്ടായിൻ്റെ വാഹനമാണ്. ഒറ്റ വ്യൂവിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഫ്രണ്ട് വിൻഷീൽഡ് റീപ്ലേസ് ഉണ്ട്. സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഒരു സ്റ്റിക്കറും വരുന്നില്ല. ഒരു അലൈൻമെൻറ്റിൻ്റെ സ്റ്റിക്കർ മാത്രമേ ഇതിനകത്തുള്ളൂ. നമ്മുടെ റൗണ്ട് സ്റ്റിക്കേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ നോൺ പ്രൂസർ സ്റ്റിക്കർ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. മനസ്സിലാക്കിക്കോ. വിൻഷീൽഡ് റീപ്ലേസ് ഉണ്ട്. വേറെ ഫ്രണ്ടിൽ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. അതായത് ഫ്രണ്ടിൽ അടിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബോണറ്റോ കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. ഹിസ്റ്ററി പ്രകാരം ഈ ഒരു ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കല്ലോ തേങ്ങ ചക്കയോ മാങ്ങ എന്തോന്ന് ചതിച്ചിട്ടുണ്ട്. 13 മോഡൽ വരുന്ന ആസ്റ്റ എന്നുള്ള വേരിയൻ്റാണ്. ആസ്റ്റ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 22 കിലോമീറ്റർ നമുക്ക് എന്തായാലും ഇതിനകത്ത് മൈലേജും കിട്ടുന്ന ഒരു വാഹനമാണിത്. അപ്പോൾ ഡീസൽ എഞ്ചിൻ ഞാൻ പറഞ്ഞ ഒരു ആവറേജ് ഒരു 100 കിലോമീറ്ററൊക്കെ ഡെയിലി റണ്ണിംഗ് ഉള്ളവർ അല്ലെങ്കിൽ അതിന് അടുപ്പിച്ചൊക്കെ റണ്ണിംഗ് ഉള്ളവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. 22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നതുകൊണ്ട് മെയിൻ്റനൻസ് 1.3 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് ചെറുതായിട്ട് മെയിൻ്റനൻസ് നോയ്സ് കാര്യങ്ങൾ കുറച്ച് കൂടും. കാരണം വെച്ചാൽ വൈബ്രേഷൻ കാര്യങ്ങൾ കുറച്ചുണ്ടാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ 3 സിലിണ്ടർ എഞ്ചിൻ വന്നതുകൊണ്ട് നമുക്ക് ആ ഒരു വൈബ്രേഷൻ കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ ചെറുതായിട്ട് എഞ്ചിനൊക്കെ ഒരു ജർക്കിങ് ഒരു ഫീൽ കിട്ടാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. പക്ഷേ അത് കോമ്പൻസേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈലേജിനകത്ത് നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാം. മൈലേജ് 22 കിലോമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടെങ്കിലും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ചില ആൾക്കാരൊക്കെ അത് പറയാറുണ്ട്. ഈ ഗ്രാൻഡ് ഐറ്റൺ ഡീസൽ എഞ്ചിൻ അതേപോലെ തന്നെ ടാറ്റയുടെ ടിയാഗോ ഡീസൽ എഞ്ചിനൊക്കെ ഓടിച്ചതിന് ശേഷം ഇതൊരു ചെറിയ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു കംപ്ലയിൻറ്റ് പറയാറുണ്ട്. അത് കംപ്ലയിൻ്റ് അല്ല. അത് അതിൻ്റെ 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ടാണ് ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആസ്റ്റ എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അലോയ്സ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് തുടങ്ങിയിട്ട് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് അല്ല, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC ആസ്റ്റയിലൊന്നും കമ്പനി അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഹ്യൂണ്ടായിൻ്റെ വാഹനങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഹ്യൂണ്ടായിൻ്റെ വാഹനങ്ങളിനകത്ത് 2010 മുതൽ അല്ലെങ്കിൽ 2011 മുതലൊക്കെ കമ്പനി കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 2013, 14, 15 ഓട്ടോ ക്ലൈമറ്റ് AC എന്നുള്ളൊരു ഫീച്ചർ അന്ന് ഹ്യൂണ്ടായി കൊണ്ടുവരാൻ മറന്നതാണെന്ന് തോന്നുന്നു. സാധാരണ ഒട്ടനവധി എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഹ്യൂണ്ടായി കൊടുക്കാറുണ്ട്. പക്ഷേ ആ ഫീച്ചേഴ്സ് മാത്രം കൊടുക്കാൻ മറന്നിട്ടുണ്ട്. പിന്നെ വാഹനം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡാമേജ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും എവിടെയും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് വിൻഷീൽഡിൻ്റെ ഒഴിച്ച് കഴിഞ്ഞാൽ
ഇന്റീരിയറിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി സീറ്റ് കവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ സ്റ്റാരിങ് കവറൊക്കെ ഇട്ടതിന് ശേഷം അതും നല്ലൊരു ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റീരിയോക്ക് ചെറിയ രീതിയിൽ പിന്നെ ചില വാഹനങ്ങൾക്ക് ഒരു കോമൺ കംപ്ലൈൻ്റ് ആയിട്ട് അതിൻ്റെ ഉൾഭാഗത്തൊരു പിന്നെ ലൈൻ ഷോർട്ട് വരുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. സ്റ്റീരിയോ വർക്കിംഗ് ആയിരിക്കും, പക്ഷേ നമ്മുടെ ബാറ്ററി ഇറങ്ങി പോകുന്നൊരു പ്രശ്നം ചില വാഹനങ്ങൾക്കകത്ത് കണ്ടിട്ടുണ്ട്. 2 ദിവസമൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബാറ്ററി ഓട്ടോമാറ്റിക്കലി ഡൗൺ ആയി പോകും. കംപ്ലയിൻറ്റ് എന്താണെന്ന് കണ്ടെത്തുമ്പോഴേക്കും ഈ സ്റ്റീരിയോ ഇതിൻ്റെ വയറിംഗ് ഷോർട്ട് ഇതിൻ്റെ ഉള്ളിൽ ഷോർട്ട് വരുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് കോമൺ ആയിട്ട് ചില വാഹനങ്ങൾക്ക് ഹ്യൂണ്ടായിൻ്റെ ഹൈട്ടൺ ഈ ഒരു ടൈപ്പ് സ്റ്റീരിയോ വരുന്ന വാഹനങ്ങൾക്കാണ് ഒരു കംപ്ലയിൻറ്റ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ഉള്ളവരെന്നുണ്ടെങ്കിൽ ബാറ്ററി ഇറങ്ങി പോകുന്ന എത്ര ബാറ്ററി ചാർജ് ചെയ്തിട്ടും അല്ലെങ്കിൽ ബാറ്ററി പുതിയതിട്ടിട്ടും ബാറ്ററി നിൽക്കാത്ത ഹ്യൂണ്ടായിൻ്റെ വാഹനങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ ഈ സ്റ്റീരിയോ ആണ് പ്രശ്നക്കാരൻ. സ്റ്റീരിയോ ഷോർട്ട് ആയതായിരിക്കും. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഇതിനകത്ത് എയർ ബാഗ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം. കാരണം ആസ്റ്റ ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ കൊടുക്കണമായിരുന്നു, അതൊന്നും കൊടുത്തിട്ടില്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വന്നിട്ടുണ്ട്, സ്റ്റാരിംഗ് കൺട്രോൾ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ വേറെ മൊത്തത്തിൽ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. എഞ്ചിൻ സൈഡ് ജസ്റ്റ് കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല, പേസ്റ്റിങ് കാര്യങ്ങൾക്കൊന്നും പൊട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഒരു കളർ ഫെയ്ഡിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് കുറച്ചും കൂടി വലിയൊരു ബാറ്ററിയാണ് ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് ചെറിയൊരു എഞ്ചിനാണ് ഈ വാഹനത്തിൽ 1.1 ലിറ്ററിലിരുന്ന എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. വേറെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ പേസ്റ്റിങ് കാര്യങ്ങൾക്കൊന്നും ഈ ഒരു സൈഡിലും ഡാമേജ് കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ ഒരു കവറിംഗ് ആണ് ശരിക്കും ഒരു വൈബ്രേഷൻ നമുക്ക് കറക്റ്റ് കിട്ടുന്നത്. ഇതിങ്ങനെ പിന്നെ ബോൾട്ട് ഈ 2 സൈഡ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് ഇതൊരു ചെറിയ രീതിയിലെങ്കിലും ആ ഒരു പിന്നെ വൈബ്രേഷൻ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു വാഹനം കൂടിയാണിത്. ഈ വാഹനം ഡീസൽ എഞ്ചിൻ 13 മോഡലിൽ നിന്ന് ആസ്റ്റ സ്വന്തമാക്കാം 3,20,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. അതിനകത്ത് 270 വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അതും 2013 ആയതുകൊണ്ട് 3 വർഷത്തെ കാലയളവോട് കൂടിയാണ് കിട്ടുന്നത്. ഏകദേശം 8 to 9 രൂപ റേഞ്ചിലാണ് ഇതിന് EMI വരിക. ഒത്തിരി പേര് അന്വേഷിച്ച് നടക്കുന്നൊരു വാഹനമാണ് VX ഹോണ്ട സിറ്റി. VX ഹോണ്ട സിറ്റിയിൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇത് 2014 മോഡൽ വരുന്ന വാഹനം. VX ഓട്ടോമാറ്റിക്കിൽ മാത്രമാണ് സൺറൂഫ് വരുന്നത്. VX-ൽ മാത്രമാണ് സൺറൂഫ് വരുന്നത്. CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്ന 2014 മോഡൽ വരുന്ന വാഹനം. 1 lakh കിലോമീറ്റർ നിലവിൽ റൺ ചെയ്തിട്ടുള്ള L39 എറണാകുളം തൃപ്പൂണിത്തറ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു അടിപൊളി വാഹനം. VX ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, സൺറൂഫ്, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ക്രൂയിസ് കൺട്രോൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി യാത്രാ കംഫർട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്ന CVT ഗിയർ ബോക്സിൽ വരുന്ന IVTEC എഞ്ചിനിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. ബാക്ക് റോക്ക് നോക്കുകയാണെങ്കിൽ ഡിക്കിയുടെ ഭാഗം റീപ്ലേസ് ഉണ്ട് എന്നൊരു ചെറിയ പോരായ്മ ഉണ്ട്. ചെറിയ രീതിയിൽ ബമ്പറൊക്കെ റീപെയിൻറ്റ് കയറിയിട്ടുണ്ടെന്ന് മാത്രമാണ് ഒരു ചെറിയ ഒരു പോരായ്മകൾ നമുക്ക് പറയാൻ പറ്റുന്നത്. അതേപോലെ ബൂട്ട് ഫ്ലോറിൻ്റെ ഭാഗത്താണ് ചെറിയൊരു തട്ട് കിട്ടിയ ശേഷമാണ് ഇത് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. അല്ലാത്ത രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ പരിക്കോ കാര്യങ്ങളോ ഒന്നും എക്സ്റ്റീരിയർ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. 2 സൈഡ് നോക്കുകയാണെങ്കിൽ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ ഒരു സൈഡിൽ ഒരു ക്വാർട്ടർ പാനിൻ്റെ ഭാഗത്ത് ചെറിയൊരു റീപെയിൻറ്റ് ഇവിടെ കയറിയിട്ടുണ്ട്. ഈ ഷേപ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കാണാം. കാരണം ഈ ക്വാർട്ടർ പാനിൻ്റെ ഭാഗത്തൊക്കെ റീപെയിൻറ്റ് ഉള്ള നിങ്ങൾക്ക് ഈ ഒരു ലൈൻ ഇവിടെ ലൈൻ ഇങ്ങനെ വരേണ്ട, ലൈൻ ഇവിടെ എത്തിയിട്ട് എൻഡ് ആവുന്നില്ല. ഇവിടെ ഈ ഭാഗം കൊണ്ട് ചെറിയൊരു പിന്നെ പുട്ടി വർക്ക് നടന്നതായിട്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ലൈന് ശരിക്കും ഇങ്ങനെ ഈ ആർച്ച് ലൈൻ ഇങ്ങനെ എൻഡ് ചെയ്യേണ്ടതിന് പകരം അത് ഇവിടത്തോടു കൂടി എൻഡ് ആവുന്നുണ്ട്, അത് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അതിന് മനസ്സിലാക്കേണ്ടത് ഈ ഭാഗത്ത് ഒരു ചെറിയൊരു വർക്ക് അവിടെ നടന്നിട്ടുണ്ട്, ചെറിയൊരു പെയിൻറ്റിങ് വർക്ക് ടച്ചപ്പ് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ആ ഒരു ഫിനിഷിങ് അവിടെ ലഭിക്കാത്തത്. പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് പെയിൻറ്റിങ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, റീപെയിൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു പിന്നെ ലൈറ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മീനിൻ്റെ ചെകിള പോലെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ ചെകിള പോലെ തോന്നുകയാണെങ്കിൽ അത് റീപെയിൻറ്റ് വർക്കായിരിക്കും. അല്ല പ്ലെയിനായിട്ട് പക്ക നല്ല ഒരു പിന്നെ കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുന്നതാണെങ്കിൽ അത് അധികം റീപെയിൻറ്റ് കയറാത്തതാണെന്നുള്ളത്. അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് പിന്നെ റീപെയിൻ്റ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കിടക്കണമെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ ഭാഗം. VX ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഓൾറെഡി കമ്പനി തന്നെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ, സ്റ്റാരിംഗ് കൺട്രോൾ, സേഫ്റ്റി ഫീച്ചേഴ്സ്, എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ വന്നിട്ടുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് ഈ ഒരു ഭാഗത്താണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ലൊരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം സ്റ്റോറേജ് ബേസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ CVT ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെർഫോമൻസ് കാര്യങ്ങളൊന്നും നോക്കണ്ട, അടിപൊളിയായിട്ട് പെർഫോമൻസ് കാര്യങ്ങൾ എല്ലാം ലഭിക്കും. പിന്നെ സൺറൂഫ് കാര്യങ്ങളെല്ലാം സ്വിച്ചസ് കാര്യങ്ങളെല്ലാം ഈ ഭാഗത്താണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് നോർമലി ആ ഭാഗത്ത് തന്നെ സാധാരണ എല്ലാ വാഹനങ്ങൾക്കും കാണാറുള്ളത്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി എല്ലാ ആഡംബര ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം VX എന്നുള്ള വേരിയൻ്റിനകത്ത് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ കുഷ്യൻ്റെ ആ ഒരു പിന്നെ ക്വാളിറ്റി തന്നെയാണ്. നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റിയിലാണ് അതിൻ്റെ സീറ്റിൻ്റെ കുഷ്യൻ ഡിസൈൻ വന്നിട്ടുള്ളത്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം കമ്പനി കൊടുത്തിട്ടുള്ളത്. എഞ്ചിൻ ഭാഗം കാണിക്കാം.
എഞ്ചിൻ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നല്ല പക്ക നീറ്റായിട്ട് നിൽക്കുന്ന പേസ്റ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഒന്നും ഡാമേജ് ഇല്ല. ഈ സൈഡ് പേസ്റ്റിംഗ് ഒന്നും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ തന്നെ പഠിപ്പിക്കുന്നതാണ് ഹെഡ് ലൈറ്റിൻ്റെ കളർ. ഈ ഒരു ഫിനിഷിംഗ് കണ്ടോളൂ, ഇത് ഫിനിഷിംഗ് നന്നായിട്ട് കൂടുതലുണ്ട്, റീപ്ലേസറാണ്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു യെല്ലോ ഷെയ്ഡാണ്. ഇത് കമ്പനി ഒറിജിനൽ സാധനം. ഇത് കാണുമ്പോൾ സാധാരണ ഇത് നല്ല അടിപൊളി ഹെഡ്ലൈറ്റ്, നല്ല ഫിനിഷിങ്ങൾ റിലേറ്റ് എന്ന് തോന്നുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ അപാകത വന്നുകൊണ്ടാണ് അത് പൊട്ടിയിട്ടാണ് ഇത് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് ചെക്ക് ചെയ്യണം. എസ്പെഷ്യലി ഈ ഒരു ബോണറ്റിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാര്യപ്പെട്ട ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല. അതേപോലെ പേസ്റ്റിംഗ് ഈ ഭാഗങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നോക്കുവാണെങ്കിലും ഉള്ളിലേക്ക് പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ബമ്പർ എന്തെങ്കിലുമൊക്കെ തട്ടീന് വെച്ചാൽ സ്ക്രാച്ച് ആയതിനു ശേഷമായിരിക്കും ഈ ഒരു ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. വേറെ ഡാമേജ് കാര്യങ്ങൾ പരിക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഹോണ്ട സിറ്റി CVT ഓട്ടോമാറ്റിക് പെട്രോൾ എഞ്ചിൻ വരുന്ന VX സൺറൂഫ് അടക്കം വരുന്ന ഒരു വാഹനമാണ്. പുതിയ സ്റ്റോക്ക് കയറിയതാണ്, ജസ്റ്റ് നല്ല സ്റ്റോക്ക് കയറിയുള്ളൂ. അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാം 5,20,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഒരു 450 രൂപ നമുക്ക് അതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 4 വർഷത്തെ മാസ കാലയളവോട് കൂടി ഏകദേശം ഒരു 11 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ ഷോറൂമിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു വാഹനമാണ് റിനോൾട്ടിൻ്റെ കിഡ്, അതേപോലെ തന്നെ ടാറ്റയുടെ ടിയാഗോ. ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വരുന്ന കിഡാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 1-2 വാഹനങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പിൽ വരുന്ന, പഴയ ഷേപ്പിൽ വരുന്ന ഒട്ടനവധി വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ഉണ്ട്. അപ്പോൾ ഏത് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ 2015 മുതൽ 16, 17, 18 എല്ലാ മോഡൽസും പഴയ മോഡലിലൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് 2020 മോഡൽ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 78 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. 2020 മുതലാണ് ഈ ഒരു ഷേപ്പിലേക്ക് വാഹനം വന്നിട്ടുള്ളത്. മാനുവൽ ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണിത്. RXT ഓപ്ഷനിൽ 1000cc വരുന്ന വാഹനമാണ്. 2020 ആണെങ്കിൽ പോലും ന്യൂ ഷേപ്പ് ആണെങ്കിലും ഇതിനകത്തും വന്ന് 800cc വാഹനം വന്നിട്ടുണ്ടായിരുന്നു. ഇത് 1000cc വരുന്നൊരു വാഹനമാണ്. RXT ഓപ്ഷനിൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് വാഹനം. ഫുൾ ലോഡിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, നാവിഗേഷൻ അടങ്ങിയ ഡിസ്പ്ലേ, പിന്നെ സെൻട്രൽ ലോക്ക് തുടങ്ങിയിട്ടുള്ള ബേസിക് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. എടുത്തു പറയേണ്ട പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ 2020 മുതലാണ് 4 ഡോർ പവർ വിൻഡോ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. 2020 മുമ്പ് 2 ഡോർ പവർ വിൻഡോ മാത്രമായിരുന്നു ഫുൾ ഓപ്ഷൻ വാഹനങ്ങളിലെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു, വേരിയൻറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2020 മുതലാണ് ഈ ഒരു RXT ഓപ്ഷൻ എന്ന വേരിയൻറ്റിനകത്ത് 4 ഡോർ പവർ വിൻഡോ കമ്പനി കൊടുക്കാൻ തുടങ്ങിയത്. കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നീറ്റായിട്ട് നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ ഇതിനകത്ത് കമ്പനി കവറാണ്. ഒരു കവർ വേണമെങ്കിൽ അഡീഷണലി ചെയ്യാം, പക്ഷേ കമ്പനി കവറിന് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിലുള്ള ഒരു കളർ തീമോട് കൂടിയൊക്കെയാണ്, ഗ്രാഫിക്സ് ഡിസൈനോട് കൂടിയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ഡിസ്പ്ലേ ഒക്കെ ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കിഡ് എന്നുള്ള ബാഡ്ജിങ് ഒക്കെ അവിടെ വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് എന്നുള്ള മറ്റൊരു പ്രത്യേകത. 2020 വരെ ഓൾഡ് ഷേപ്പിനകത്ത് സിംഗിൾ എയർ ബാഗാണ് ഫുൾ ഓപ്ഷൻ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2020 ശേഷം കമ്പനി ഇത് ഡുവൽ എയർ ബാഗിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ABS ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഏറ്റവും ബഡ്ജറ്റിൽ ഏറ്റവും ലോ സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമാണ്. എത്ര എയർ ബാഗ് ഉണ്ടായിട്ടും കാര്യമില്ല. എസ്പെഷ്യലി ഈ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ വാഹനം നിങ്ങളുടെ കൈകളിൽ നിന്ന് തെന്നി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ മഴക്കാലം ആകുമ്പോൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് കൂടുന്ന സമയമാണ്. നമ്മുടെ വാഹനത്തിനകത്ത് 2 എയർ ബാഗ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ABS ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഡ്രൈവ് ചെയ്യാൻ നിൽക്കരുത്. സേഫ്റ്റി നമ്മൾ 60 സ്പീഡ് പോകുന്ന സമയത്ത് മഴക്കാലമാണെങ്കിൽ അതൊരു 40-ലേക്കോ 45-ലേക്കോ കുറച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ തടി അവനവൻ കാക്കുക. എയർ ബാഗ് ഉണ്ടായിട്ട് പോലും കാര്യമില്ല. എയർ ബാഗൊക്കെ സംഭവം വർക്കൊക്കെ ആകും, പക്ഷേ അതിനേക്കാളും വലിയ ഓവർ സ്പീഡ് കാരണം എയർ ബാഗിലൊന്നും നിൽക്കാത്ത രീതിയിൽ ചിലപ്പോൾ ഇമ്പാക്റ്റിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ എത്ര സേഫായിട്ട് ഡ്രൈവിംഗ് ആണെങ്കിൽ പോലും മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മൾ വാഹനം ചിലപ്പോൾ ചവിട്ടിയ സ്ഥലത്ത് ചവിട്ടിയിട്ട് നിൽക്കില്ല. എന്നുവെച്ചാൽ വേനൽക്കാലമാണെങ്കിൽ അത്ര പ്രശ്നമില്ല, റോഡിൽ വെള്ളമില്ലാന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നം വരാറില്ല. മഴക്കാലം കൂടുമ്പോൾ വാഹനം തെന്നി മാറി തിരിഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എൻജിൻ ഭാഗം കാണിച്ചു തരാം. എൻജിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങൾ ഒന്നുമില്ല. പിന്നെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. 2 സൈഡും പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ് നിൽക്കുന്നത്. കാര്യപ്പെട്ട വർക്ക് കാര്യങ്ങൾ ഒന്നും പെൻഡിങ് ഇല്ലാത്ത അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ള ഒരു റിനോൾട്ടിൻ്റെ കിഡ്. 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 64,000 കിലോമീറ്റർ ഓടിയുള്ള പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ള ഒരു വാഹനം സ്വന്തമാക്കാം. നെറ്റ് പ്രൈസിൽ 3,80,000 രൂപക്ക്. 3,80,000 3,20 നമുക്ക് അല്ലെങ്കിൽ 3,30 നമുക്ക് ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. ഏകദേശം ഓൺ റോഡ് പ്രൈസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 6-7 ലക്ഷം രൂപയുടെ അടുത്ത് വാഹനത്തിന് വില വരുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രൈസ് അന്ന് എത്ര വരുന്നുണ്ടാവില്ല, അന്ന് ഇങ്ങോട്ട് 5-5.5 ആയിരിക്കും പ്രൈസ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ 3,80 ഇതിൻ്റെ നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. അതിനകത്ത് 5 വർഷത്തേക്ക് നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. ഏകദേശം 7,500-8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു ഓട്ടോമാറ്റിക് വാഹനം ടാറ്റ ടിയാഗോ 2018 മോഡൽ വരുന്ന ടിയാഗോ എക്സെറ്റ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം.
സിംഗിൾ ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 22 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം AMT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ്. ഒരു 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം. ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ല മൈലേജ് ലഭിക്കുന്ന, ഇത്രയും വലിയൊരു വണ്ടിയിൽ ഏറ്റവും മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം എന്ന് പറയാൻ പറ്റും. എക്സിറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4 പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ്, അലോയ് വീൽസ്, സ്റ്റിയറിംഗ് കൺട്രോൾ, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് തുടങ്ങിയിട്ടുള്ള സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ബാക്ക് വൈപ്പർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ചെറിയ 1-2 സ്ക്രാച്ചുകളുണ്ട്, ചെറിയ റീപെയിൻറ്റ് വർക്ക് ഉണ്ടെന്ന് മാത്രമേ നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. വേറെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. എല്ലാ ഭാഗം കൊണ്ട് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വാഹനം നിൽക്കുന്നത്, കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ലാതെ. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ടയർ ഒരു 65% ഉണ്ട്, ബാക്കിൽ ഒരു 75-80% ബാക്ക് ടയേഴ്സും വരുന്നുണ്ട്. മൈലേജ് കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി കമ്പനി സീറ്റ് കവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ ടാറ്റ ടിയാഗോൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗിയർ ലിവറിൻ്റെ പിന്നെ ഈ ഒരു നോബ് ഡാമേജ് ആയി പോകുന്നതാണ്. അപ്പോൾ അതായത് ഈ ഒരു രീതിയിലായിരിക്കും എല്ലാ വാഹനത്തിൻ്റെയും ടാറ്റ ടിയാഗോൻ്റെ ഗിയർ ലിവറിൻ്റെ നോബ് വരുന്നത്. അപ്പോൾ അതിന് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഇങ്ങനൊരു പിന്നെ കവറിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വാഹനം നല്ല എല്ലാ വാഹനവും നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ രീതിയിലായിരിക്കും അത് ഡാമേജ് ആയിട്ടുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് ഡുവൽ എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ലോക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി തന്നെ ഇൻബിൽഡ് കൊടുത്തിട്ടുണ്ട്. എൻജിൻ സൈഡ് കാണിക്കാം. എൻജിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിക്കൊന്നും വന്നിട്ടില്ല, ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. പിന്നെ അപ്രോണോ ചേസോ കാര്യങ്ങൾക്കും ഒന്നും ഡാമേജ് വന്നിട്ടില്ല. പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ് നിൽക്കുന്നത്, ഓയിൽ ലീക്കില്ല. നിലവിലെ കണ്ടീഷനിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബോണറ്റ് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു പോരായ്മയുണ്ട്. അല്ലാത്ത രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ മേജറായിട്ടുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാത്ത അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. 2018 മോഡൽ ടിയാഗോ XZE എന്നുള്ള വേരിയൻ്റ് വരുന്ന KL 22 രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനം. ഈ വാഹനം സ്വന്തമാക്കാം നെറ്റ് 4,55,000 രൂപയ്ക്ക് ഒരു 4,20 വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഓട്ടോമാറ്റിക് അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു വാഹനമാണിത്. 4,55 ഇതിന് നെറ്റ് പ്രൈസ് വരുന്നത്. ലോൺ സൗകര്യം നമുക്ക് 4,20 വരെ ലോൺ സൗകര്യം അവൈലബിൾ ആണ്, 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി. ഏകദേശം ഒരു 9,510 ഉള്ളിലായിട്ടാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ലൊരു കുറ്റിയുറപ്പുള്ള ഒരു വാഹനമാണ്. സാധാരണക്കാരന് പറ്റിയ ഏറ്റവും നല്ലൊരു അടിപൊളി വാഹനം 2019 മോഡൽ ടാറ്റ നെക്സോൺ. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള XZE+ എന്നുള്ള വേരിയൻ്റ് വരുന്ന വാഹനം. ഏറ്റവും ഫുൾ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് വാഹനം KL 07 എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. XZE+ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട്. AMT ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. നല്ല പെർഫോമൻസ്, നല്ല ബോഡി കുറ്റിയുറപ്പുള്ള, നല്ല സേഫ്റ്റി ഉള്ള വാഹനം. യാത്രാ കംഫർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. ഒരു 13-14 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. XZE+ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, മിറർ ഫോൾഡിങ്, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് 3 മോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സിറ്റി മോഡ്, എക്കോ മോഡ്, സ്പോർട്ട് മോഡ് എന്നുള്ള 3 മോഡിൽ ഈ വാഹനം ഉപയോഗിക്കാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് റോക്ക് വരികയാണെങ്കിൽ ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും സീറ്റ് കവർ ഇതിനകത്ത് ചെയ്തിട്ടില്ല, കമ്പനി കവറാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളതെന്നാണ് ഒരു പോരായ്മ ഉള്ളത്. ബാക്കി വരുന്ന എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഹാൻഡ് റെസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു പിന്നെ ബൂട്ട് സ്പേസ്, പിന്നെ നമുക്ക് സ്പെയർ എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും കീപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നല്ല വിഷയം, നമുക്ക് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ഷട്ടർ പോലെ ഒരു പിന്നെ ക്ലോസിംഗ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനായി പോയത്. പിന്നെ അതേപോലെ നല്ല അത്യാവശ്യം നല്ല ഗ്യാപ്പ്, ഇന്ത്യയിലൊക്കെ നല്ല ഗ്യാപ്പും കിട്ടുന്നുണ്ട്, ഫില്ലായി നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ ചെറിയൊരു ഡിസ്പ്ലേ അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓട്ടോ ക്ലൈമറ്റ് AC ആണ് വരുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും XZE+ ആകുമ്പോൾ ഇനി അതിനകത്തേക്ക് അഡീഷണൽ ഫിറ്റിംഗ്സോ ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യേണ്ട ഒരു ആവശ്യം ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നില്ല എന്നുള്ള മറ്റൊരു പ്രത്യേകത. ഹാർമൻ്റെ നല്ലൊരു അടിപൊളി മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ വേറെ സബ് ബൂഫറോ കാര്യങ്ങളൊന്നും അതും അഡീഷണൽ ചെയ്യേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ല വോയിസ് ക്വാളിറ്റി, നല്ല പിന്നെ ഒരു സൗണ്ട് ക്ലാരിറ്റി ഉള്ള സിസ്റ്റമാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. എൻജിൻ ഭാഗം കാണിച്ചു തരാം. എൻജിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡാമേജ് ഒന്നും വന്നിട്ടില്ല, പേസ്റ്റിങ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല.
ഈ സെയിം ആ ബോണറ്റിൻ്റെ ഒരു ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു 2019 പഴക്കം 5 വർഷത്തെ പഴക്കം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു ലെഗ് മാറിയിട്ട് ബോൾട്ട് എന്തോ മാറിയതായിട്ട് കാണാനുണ്ട്. അതിന് ഇവിടെ റീപെയിൻറ്റ് ഹെഡ്ലൈറ്റ് മാറിയതല്ല, ഈ ഒരു ഭാഗം ഈ ഒരു ഫ്രണ്ട് റീപെയിൻറ്റ് ചെയ്താണ്. ഈ റീപെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ഒരു ഫ്രണ്ടറിൻ്റെ പോർഷൻ ഇങ്ങനെ റീപെയിൻറ്റ് പോയ സമയത്ത് ഇതുവരെയാണ് അതിൻ്റെ പെയിൻറ്റിങ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് അതിൻ്റെ ഒറിജിനൽ പാർട്സ് ആണ്, ഒറിജിനൽ കമ്പനി സ്റ്റോക്ക് പെയിൻ്റ് ആണ് നിൽക്കുന്നത്. ഇതിൻ്റെ താഴത്തേക്ക് ഈ ഒരു ഫ്രണ്ട് പെയിൻറ്റ് ചെയ്തുകൊണ്ട് കുറച്ചൊരു ഷൈനിങ് അവിടെ കൂടുതലുണ്ട്. അപ്പോൾ ഇന്ന് മനസ്സിലാക്കണം, നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഇതിനകത്ത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ഉള്ളിലേക്കോ കാര്യങ്ങൾക്കൊന്നും ഇമ്പാക്റ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈ സൈഡ് കൊണ്ട് എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടായിരിക്കും ആ ഒരു ഭാഗത്ത് റീപെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഉൾഭാഗങ്ങൾക്ക് ഡാമേജ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഹെഡ്ലൈറ്റോ കാര്യങ്ങൾക്കൊന്നും ഡാമേജോ അല്ലെങ്കിൽ റീപ്ലേസോ അത്തരത്തിലൊന്നും വന്നിട്ടില്ല. ടർബോ എഞ്ചിനാണ് ഈ വാഹനം വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് കാര്യങ്ങൾ എല്ലാം ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ് 2019 മോഡൽ വരുന്ന നെക്സോൺ XZE+ ഓട്ടോമാറ്റിക്. 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 6,85,000 രൂപക്ക്. ഇതിനകത്ത് 6,30, 6,40 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു ഓട്ടോമാറ്റിക് വാഹനമാണ് നെക്സോൺ XZE+. ഇതിനകത്ത് ഏകദേശം 6 സംതിങ് നമുക്ക് ലോൺ കിട്ടും. 5 വർഷത്തെ മാസ കാലയളവിലോട് കൂടിയാണ് കിട്ടുന്നത്. ഏകദേശം ഒരു 14 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. ഏകദേശം 10-12 വാഹനങ്ങളാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഓട്ടോമാറ്റിക്കും മാനുവലും എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പെട്രോളും ഡീസലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വാഹനങ്ങൾ സ്പെഷ്യൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വീഡിയോസോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നാം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. മാക്സിമം 8 to 8 എന്നുള്ള സമയത്തിനുള്ളിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴേക്കും നിങ്ങൾക്ക് വാട്സപ്പിൽ റിപ്ലൈ ഒന്നൊരു ഫാസ്റ്റായിട്ട് കിട്ടുക. രാത്രി 12 മണിക്കും 1 മണിക്കൊക്കെ ചില പ്രവാസികൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഒഴിവാക്കാത്ത അത്രയുള്ള കോളുകൾ ഒഴിവാക്കാൻ നോക്കുക. രാത്രി 12 മണിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും, എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്നുണ്ട്. എന്നാൽ എങ്കിൽ പോലും നമ്മൾ ചില കോളുകൾ എന്താണ് എമർജൻസി എന്ന് വെച്ചിട്ടൊക്കെ രാത്രി 12 മണിക്ക് എടുക്കുമ്പോൾ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാനായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വിളിച്ചു വെച്ചിട്ട് പ്രശ്നമില്ല. അത്രയും എമർജൻസി ഒക്കെ ആണെങ്കിൽ വിളിക്കാമെന്നല്ലാതെ അല്ലാത്ത കേസുകളൊക്കെ രാത്രിയാണെങ്കിലും കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ മാക്സിമം മെസ്സേജ് അയച്ചിടാൻ നോക്കാം. ഞങ്ങൾ കോൾ എടുക്കാൻ റെഡിയാണ്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തുനിന്ന് എണീറ്റൊക്കെ നിങ്ങൾ ഫോൺ എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മാക്സിമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ വളരെ ഉപകാരമാവും. പിന്നെ അതേപോലെ തന്നെ ഏകദേശം 10-12 വാഹനങ്ങൾ ഇപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചു. ഇനിയും ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ട് കിടക്കുന്നുണ്ട്. ഡെയിലി ബേസ് നമുക്ക് 5-6 വാഹനങ്ങൾ സ്റ്റോക്ക് കയറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വാട്സപ്പ് കാറ്റലോഗിനകത്ത് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജിനകത്തും സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഡെയിലി വരുന്ന പുതിയ സ്റ്റോക്കുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഡെയിലി ബേസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന സൈനിങ് ഔട്ട്. ബൈ.